ഇവർ തിരിച്ച് അജ്മാൻ ഷാർജ പോവാണ്. അപ്പം ഇനി വേറെ വ്ളോഗായിട്ടാണ് അതുകൊണ്ട് എല്ലാവരും റെഡി ആയിരിക്കുന്നു. ടീച്ചർ പിള്ളേരോട് പോയി ഹലോ ഹായ് പറ. ഓക്കെ മൈക്കോ ഹായ്. അതല്ലേ ഹേവലോട്ടിൽ നിന്ന് സെറ്റായിട്ടിരിക്കുന്നു. അങ്ങനെ ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. ഇത് ഡേ 4 അല്ലേ? കണ്ടോ ട്വിന്നിങ് സിസ്റ്റേഴ്സിനെ കണ്ടോ? ഇഷു ബേബി ഇതേണ്ട തലമുടിയൊക്കെ 2 സൈഡിൽ കെട്ടി, ഹെലമോൾ ഇതേണ്ട 2 സൈഡിൽ തലമുടിയൊക്കെ കെട്ടി. ഇതിൻ്റെ കഥാകൃത്ത് ഇദ്ദേഹമാണ് കേട്ടോ. പൊന്നു ചേച്ചിയാണ് ഇന്ന് ഹെലമോളെയും ഇഷു ബേബിയും റെഡിയാക്കി. ഈ ഹെയർ സ്റ്റൈലൊക്കെ അടിപൊളിയാണെന്ന് പറയണേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ. അങ്ങനെ ചെറുക്കന്മാരെല്ലാം ഇതിനകത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഹെയ്ഡാപ്പി ഷിഹാൻകുട്ടൻ മണമനെ. എന്നാ ഹെലിൻ്റെ തലയ്ക്ക് എന്നാ പ്രശ്നം? അതങ്ങനെയാ. മൈക്കു ഗോയിങ് ബാക്ക് ടു ഷാർജ. അങ്ങനെ എല്ലാവരും അത് സെറ്റായി. വണ്ടി ഓടിക്കുന്നു. പെമ്പിളെ രണ്ടും പുറകെ സെറ്റായി കേട്ടോ. ഏറ്റവും ബാക്കി സെറ്റ് ചട്ടിച്ചോറാണ്. അത് ഒരുപാട് വിഭവങ്ങളുണ്ട് കേട്ടോ. 18 ദിറംസിനാണ്. അടിപൊളി ഇലക്കാത്തുള്ള കൂടെ ഇതുണ്ടോ. ഇതൊരു വലിയൊരു മീന്, ബീഫ്, അച്ചാറ്, ഇതണ്ടേ മുട്ട, പപ്പടം, ഇതേണ്ടേ ചിക്കൻ, ക്യാബേജ് തോരൻ, പിന്നെ ഇതെന്തോ ഒരു കൂട്ടുകറി, അതിന് ചേർന്ന മീൻകറി, സാമ്പാർ, രസം, മോര് എല്ലാം കൂട്ടി അടിപൊളി ഒരു കൂടെ. കാരണം ഇച്ചിരി സ്പൈസി ആണ്. ഞാൻ അധികം സ്പൈസി കഴിക്കാത്ത ആളായിട്ട് ചെറിയ എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചട്ടിച്ചോറ് കഴിച്ചു. പൊന്നൂസ് കഴിക്കുന്നത് പൊതിച്ചോറാണ്. സരിക്ക് കഴിക്കുന്നത് പൊതിച്ചോറാണ്. അങ്ങനെ ഇച്ചൂന് നമ്മൾ നോർമൽ ഊണും പറഞ്ഞിട്ടാണ്. ഇറച്ചിയൊക്കെ അലർജി ഉള്ളതുകൊണ്ട്, പക്ഷെ അവർ ഇതിനകത്താട്ടോ തന്നെ അങ്ങനെ കഴിച്ചു. എല്ലാവരും കഴിച്ചു, പിള്ളേരെല്ലാം കഴിച്ചു. ഇതാണ് ഞങ്ങളുടെ ലഞ്ച് വിശേഷം. അപ്പം ഞങ്ങൾ ഇവരെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പം തിരിച്ചു പോകും. ഞങ്ങളുടെ പിള്ളേരെല്ലാം ഇവിടെ പാട്ടി കളിക്കുന്നുണ്ട്. വന്ന് കയറാൻ വീട് മുഴുവൻ അതുപോലെ ഓക്കെ പറയുന്നുണ്ടോ. ഇതിനിടയ്ക്ക് ചമ്മന്തിപ്പൊടി ഉണ്ട് കേട്ടോ. അത് പറയാൻ പറഞ്ഞത് സൈഡിലൊരു ചമ്മന്തിപ്പൊടിയും കൂടെ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. English. എന്നെ ഹേഡ മതി വെച്ചേ. In English. Salt. എങ്ങനെയുണ്ട് ഹെലമോളെ? സൂപ്പർ സൂപ്പർ. ഓക്കെ പോയി. അപ്പം ഞങ്ങൾ ഇവരോട് ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാം. അതെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, അവിടെ ചെന്നിട്ട് കാണാം. ബൈ. മോടുക്കട്ടില്ലേ കാസന അപ്പം ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ ടാറ്റാ. ഓക്കെ ടാറ്റാ. അങ്ങനെ ഞങ്ങള് അജ്മാനിലെ ലിഫ്റ്റിൽ കയറി. എന്നെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്കിത് ഹെലമോള് ഹെയ്ഡാപ്പി ഓൾറെഡി താഴോട്ട് പോയി കേട്ടോ. അങ്ങനെ എല്ലാവരും ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങായി. എല്ലാവരും ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഹെലമോള് ഇതുണ്ട് സൈഡിൽ ഇപ്പോൾ ഹെലമോൾ. ഓക്കെ. ആക്ച്വലി ഞങ്ങൾ ഷാർജയിലെത്തി. അങ്ങനെ ജോബി ചേട്ടായിയും പൊന്നൂസും കൂടെ ചെയ്തിരിക്കുന്നു. മൈക്കും ഹെയ്ഡാപ്പിയും കൂടെ എന്തോ ലാപ്ടോപ്പിൽ നോക്കുന്നു. ഇതേണ്ട ലിലിയ ചേച്ചി ഹേബിളിൻ്റെ അടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഹെൽമോക്ക് അവിടെ മറ്റേ ബബിൾ ഇങ്ങനെ പറത്തി വിടുന്നത് കിട്ടിയത്. അപ്പോഴത്തേക്ക് അവൾ അവിടെ നിന്ന് ബബിൾ കൊണ്ട് കളിക്കുമായിരുന്നു കേട്ടോ. മറ്റേ എന്താണ് പറയുന്നത്, മറ്റേ അത് കാരണം ഞങ്ങൾ പറഞ്ഞു അവൾക്ക് സോപ്പോത വീഴുന്നുണ്ട്, അവിടെ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞ കാരണം അവൾ അപ്പുറത്തെ മുറിൽ എവിടെയോ പോയിട്ട് കളിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അതുകൊണ്ട് ഇതേണ്ട ഹേബിളൂട്ടിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹേബിളൂട്ട് ചേച്ചിയുടെ കൈ കയറി അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. ജൂബിച്ചേട്ടാണ് ഹേബിളൂട്ടിന് എന്തൊക്കെയോ പറയുന്നുണ്ട്. മൈക്കിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹേബിളൂട്ടിനോട്. എപ്പോഴും ഹേബിളൂട്ടിനെ നടത്താൻ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് മൈക്കിയാണ് കേട്ടോ. എപ്പോഴും ഓടിപ്പോയി ഫ്രണ്ടിൽ പോയി നിൽക്കും. എന്നിട്ട് എന്താ പറയുന്നത്, കൊച്ചിനോട് ഇങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ ഞങ്ങളും അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്നതാണ് കേട്ടോ. കാരണം ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ജൂബിച്ചേട്ടായി. ഹെലമോളാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പൊന്നൂസിൻ്റെ ടാബയിൽ എന്തോ ഗെയിം കളിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അവളെയൊക്കെ കൂട്ടി അങ്ങനെ ഞങ്ങൾ വേണ്ടേ എല്ലാവരോടും ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്നതാണ് കേട്ടോ കാണുന്നത്. പൊന്നൂസിനൊക്കെ ചെറിയ വിഷമമുണ്ട്, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. ഇറങ്ങിയിട്ട് ഹെലമോള് ചെരുപ്പൊക്കെ ഇടുന്നു.
പൊന്നൂസിനെ കണ്ട ദിവസം ഇച്ചുൻ്റെ നിന്ന് ഹേവലോട്ടിന് അങ്ങോട്ടങ്ങ് പോയി കേട്ടോ. വേണ്ട അവരുടെ വീടിൻ്റെ താഴെ എല്ലാവരും ഇറങ്ങി വന്നു കേട്ടോ ഞങ്ങളെ യാത്രയാക്കേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോരുന്ന കേട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. ടിജോ ഡ്യൂട്ടിക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു, ഉച്ചയും കഴിച്ചു, കുറച്ച് റെസ്റ്റ് എടുത്ത് ഡ്യൂട്ടിക്ക് പോയി. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഇതൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഞങ്ങൾ അജ്മാനിലേക്ക് പോയി, പിന്നെ ഷാർജയിലേക്ക് പോയി, എങ്ങനെയൊക്കെയാണ് സ്പെൻഡ് ചെയ്ത ഡേ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു വിത്ത് അനദർ ഗുഡ് വീഡിയോ. ബൈ, ടേക്ക് കെയർ ഓൾ.